ഗായ്സ് അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ കുഞ്ഞുമാൻ ചേട്ടൻ്റെ കടയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊരു പാൽപ്പൊടി വാങ്ങി അതൊക്കെ അടിച്ചങ്ങ് പോകാൻ ഓർക്കുകയാണ്. നമ്മുടെ പൊന്നുണ്ണിക്കാണെങ്കിൽ മുണ്ട് ഭയങ്കര വലുതായിട്ട് മോസ്റ്റ് അവസ്ഥയാണ് എൻ്റെ ഗായ്സേ. അവനത് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കി പൊന്നുണ്ണിക്ക് മുണ്ട് എടുത്ത് കൊടുക്കാൻ ഓർക്കുകയാണ്. ഇപ്പോൾ എടുത്തെടുത്ത് ഞാൻ അവൻ്റെ മുണ്ട് കൊടുക്കുമെന്നുള്ളൊരു സംശയം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അംഗൻവാടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഗായ്സ് നമ്മൾ ഈ ഡ്രസ്സ് അഴിച്ച് മാറ്റി ഉടുക്കൽ നടത്താൻ വേണ്ടി പോകുന്നത്. ഒന്നും പറയണ്ട എൻ്റെ ഗായ്സ്, എനിക്ക് ചിരി വന്നിട്ടാണ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിൻ്റെ സത്യം പറഞ്ഞാൽ ആ മുണ്ടിൽ ഫുള്ള് ചുരുട്ടി എടുക്കായിരുന്നു. അത്രയ്ക്ക് വലിയ മുണ്ടായിരുന്നു അവൻ കേട്ടോ. എങ്കിലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവനെ മുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുണ്ട് സൈഡിൽ കെട്ടി വെച്ചു, അല്ലെങ്കിൽ എങ്ങാനും ചാടി വന്നാൽ പിന്നെ അതുമായി. അങ്ങനെ ആ സൈഡിലേക്ക് ഞാൻ നീക്കി ഞൊറിയൊക്കെ കറക്റ്റാക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൊച്ചിനത് സെറ്റാവോ എന്തോ എനിക്കൊന്നും അറിയില്ല, എങ്കിലും അത് സെറ്റാക്കുവാണ്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി ഇവിടെ പാൽപ്പൊടി പൊട്ടിച്ച് തിന്നുന്നതിൻ്റെ ഒരു ബിസിയിലാണ് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ഇഷ്ടമാണ് എൻ്റെ ഗസേ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊരു ടേസ്റ്റുള്ള പാട്ടൊക്കെ ഒരുപാട് കട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കട്ട് തന്നിൽ ഇച്ചിരി കുറവാണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇച്ചിരി കുറവാണ് കേട്ടോ. അങ്ങനെ പാൽപ്പൊടി നിന്ന് നമ്മൾ ഓണത്തെ വൈപ്പ് ചില്ലിങ് ആക്കി പോകാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. എൻ്റെ ഗായ്സേ, പാൽപ്പൊടീൻ്റെ അത്രയും ടേസ്റ്റ് ഒരു സാധനത്തിലൊന്നാണ് ഞാൻ പറയുള്ളൂ. ഇത് തിന്നുന്നതിൻ്റെ രസം ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. അത് പാലിലിട്ടൊന്നുമല്ല കുടിക്കേണ്ടത്, പാലിലല്ല ചായയിലിട്ടല്ല കുടിക്കേണ്ടത്. അതല്ലാതെ തന്നെ നമ്മളിങ്ങനെ വെറുതെ തിന്നാനാണ് അതിനൊരു മോസ്റ്റ് ടേസ്റ്റ്. അപ്പോൾ എല്ലാ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ അമ്മയാണ് ഗൈസ് മോസ്റ്റ് പാൽപ്പൊടി കൊതിയാൻ. കട്ട് തിന്നു കേട്ടോ. അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ കാണാതെ തിന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചുമ്പോൾ അയ്യോ ഞാൻ എടുത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ നമ്മളതിനപ്പുറം കളയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പാൽപ്പൊടി കാണാതെ തിന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ പാൽപ്പൊടിയും പൊട്ടിച്ച് തിന്ന് നമ്മളങ്ങനെ വൈബടിച്ച് നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഉദ്ദേശം നമുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങനെ പോകാമെന്ന് ഓർത്ത് അങ്ങനെ പാൽപ്പൊടി മൊത്തത്തിൽ തിന്ന് തീർക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺ ദ വേ നോക്കാം ഇനി ആരുടെ പറമ്പിൽ നിന്ന് എന്താണ് കണ്ടുപറിക്കേണ്ടതെന്ന്.